ഹായ്, എൻ്റെ പേര് ജുബിൻ സേവ്യർ. ഞാൻ നസ്രത്ത് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആവടിയിലെ വിദ്യാർത്ഥിയാണ്. ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ലോക ജനസംഖ്യയെക്കുറിച്ചാണ്. കാരണം ഇന്ന് ലോക ജനസംഖ്യാ ദിനമാണ്. നമസ്കാരം, എൻ്റെ പേര് സജന ജോസഫ്. നസ്രത്ത് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ MSW വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി നാം ആചരിക്കുന്നത്. ജനസംഖ്യാ വർധനവിനെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിനം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. 2021 മെയ് വരെയുള്ള കണക്കനുസരിച്ച് 7.9 ബില്യൺ ആണ് ലോക ജനസംഖ്യ. വിദ്യാഭ്യാസത്തിന്റെ അഭാവം, കുടുംബാസൂത്രണത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലായ്മ, ശൈശവ വിവാഹം എന്നിവ ജനസംഖ്യാ പെരുപ്പത്തിന് കാരണമാകുന്നു. ജനസംഖ്യാ രംഗത്തുണ്ടാകുന്ന വർധനവ് തൊഴിലില്ലായ്മ, ദാരിദ്ര്യം എന്നിവ സൃഷ്ടിക്കുന്നതോടൊപ്പം പരിസ്ഥിതി മലിനീകരണവും സൃഷ്ടിക്കപ്പെടുന്നു. രാജ്യത്തെ പൗരന്മാരുടെ ഭക്ഷ്യ, ജല, ആരോഗ്യ, വിദ്യാഭ്യാസ, പാർപ്പിട രംഗങ്ങളിലൊക്കെ ഈ മാറ്റം പ്രതിഫലിക്കും. ജനസംഖ്യാ വർധനവിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിക്കുന്നതിനനുസരിച്ച് വനഭൂമിയുടെ തോത് കുറയ്ക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് പോപ്പുലേഷൻ നിയന്ത്രിക്കപ്പെടണം? ആഗോള ജനസംഖ്യ 1950 മുതൽ നാടകീയമായി വർദ്ധിച്ചു വരുന്നു. ഇപ്പോഴും വളരെ വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു. പുനരുൽപാദനവും പ്രത്യുൽപാദനവും മനുഷ്യ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഒരു സുഖശാന്ത ജീവിതത്തിന് അത് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. ജനസംഖ്യയിൽ സ്ത്രീകളുടെ പങ്ക്. പ്രത്യുൽപാദനത്തിൽ സ്ത്രീകൾ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം അവർ പുനരുൽപാദിപ്പിക്കുന്നവരാണ്. സമഗ്ര ആരോഗ്യം എന്നത് ഏതൊരു സ്ത്രീയുടെയും അവകാശമാണ്. പല സ്ത്രീകൾക്കും പ്രത്യുൽപാദന ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നില്ല. കാരണം ഇത് പല സംസ്കാരങ്ങളിലും വിലക്കപ്പെട്ട വിഷയമാണ്. മാത്രമല്ല, അവരുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ കുടുംബങ്ങളും പങ്കാളിയും ചേർന്ന് നിഷേധിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജനസംഖ്യാ നിരക്കിൽ ചൈനയെ മറികടന്ന് 1ാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന ഇന്ത്യക്ക് ഈ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആയതിനാൽ ശൈശവ വിവാഹം നിരുത്സാഹപ്പെടുത്തുക, ജനസംഖ്യാ വിദ്യാഭ്യാസം ഉറപ്പാക്കുക, വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, ജനന നിയന്ത്രണങ്ങൾ ഉറപ്പുവരുത്തുക തുടങ്ങിയവ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ഓരോ ഭരണകൂടങ്ങളും ശ്രമിക്കണം. അതുപോലെ തന്നെ പ്രത്യുൽപാദനത്തിനേക്കാൾ ഉപരി ദത്തെടുക്കൽ പ്രോത്സാഹിപ്പിക്കുക. എങ്കിൽ മാത്രമേ ജനസംഖ്യാ വർധനവ് തടയാൻ കഴിയുകയുള്ളൂ. UNFPA മാർച്ചിൽ നടത്തിയ റിസർച്ച് അനുസരിച്ച് 12 മില്യൺ സ്ത്രീകൾ കുടുംബാസൂത്രണ സേവനത്തിന് തടസ്സം നേരിടുന്നു. സമഗ്ര ആരോഗ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു സ്ത്രീയുടെ അവകാശമാണ്. 4% മുതൽ 29% വരെ സ്ത്രീകൾ ഗർഭനിരോധനം നടത്തുന്നത് പങ്കാളിയുടെ അറിവ് കൂടാതെയാണ്. ഒപ്പം അവർ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ഭയന്നുകൊണ്ടുകൂടിയാണ്. മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നയങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കാനും അതുവഴി സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സർക്കാരിന് കഴിയും. പിന്നെ അധ്യാപകർ നമ്മുടെ സമൂഹത്തിലെ യുവ മനസ്സിനെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ്. ഇതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ക്ലാസ് മുറികൾ ഉപയോഗപ്പെടുത്താം. സമൂഹത്തിന്റെ പങ്ക്. മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, അധ്യാപകർ, മാധ്യമങ്ങൾ, പ്രൊഫസർമാർ, ഗവൺമെൻറ് എന്നിവയുടെ ഒക്കെ പങ്കാളിത്തം അതിയായ മാറ്റം ഇതിന് നേടിത്തരും. ഈ പോപ്പുലേഷനെ കുറിച്ചുള്ള അവബോധം വ്യാപിപ്പിക്കുന്ന മികച്ച മാർഗങ്ങളുണ്ട്. കുടുംബങ്ങൾക്ക് കുട്ടികളിലൂടെയും മാധ്യമങ്ങൾക്ക് സമൂഹത്തിലേക്കും ഇത് എത്തിക്കാൻ സാധിക്കും. എല്ലാത്തിനും ഉപരിയായി സ്ത്രീകൾക്ക് തുല്യ അവകാശം അവരുടെ നേട്ടത്തിന് അനിവാര്യമാണ്. ഇത് സമൂഹത്തിലൂടെ പുതിയ തിരിച്ചറിവുകൾ ജനങ്ങൾക്ക് ബോധവൽക്കരിച്ച് നൽകുന്നു.